നേരം വെളുക്കുന്നതിന് മുന്നേ ഞാൻ വന്നിരിക്കുന്നത് വേറെ എവിടേക്കുമല്ല. റിപ്പബ്ലിക് ഡേ പരേഡ് കാണാൻ വന്നിരിക്കുകയാണ്. രാവിലെ 3 മണിക്ക് എണീറ്റ് 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മണിക്ക് ഞങ്ങളിവിടെ എത്തി. റിഹേഴ്സലിന് വന്നപ്പോഴുള്ള ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. തണുപ്പാണെങ്കിലും ഒന്നും പറയണ്ട, ഒടുക്കത്തെ തണുപ്പായിരുന്നു. തുടക്കത്തിൽ അവർ ജസ്റ്റ് ട്രയലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എണീറ്റതുകൊണ്ട് ചക്കുനാണെങ്കിൽ ഉറക്കം വന്നിട്ട് അവൾ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങി. കറക്റ്റ് 10 മണിയാകുമ്പോഴേക്കും പരിപാടി തുടങ്ങി കേട്ടോ. തുടക്കത്തിൽ പ്രധാനമന്ത്രി വന്നു, പിന്നെ രാഷ്ട്രപതി വന്നു, പിന്നെ പലതരത്തിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ യുദ്ധവിമാനങ്ങൾ, പിന്നീട് പല സേനാ വിഭാഗങ്ങളുടെയും പരേഡായിരുന്നു നടന്നിരുന്നത്. അതായത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, CRPF, NCC കാഡറ്റ്, അങ്ങനെ പലരുടെയും പരേഡ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. റിഹേഴ്സലിന് വന്നപ്പോൾ മഴ പെയ്തതുകൊണ്ട് ഒന്നും കാണാൻ പറ്റാത്ത സങ്കടത്തിലായിരുന്നു ഞാൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ റിഹേഴ്സലിന് വരെ ഒറിജിനലിനെ കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും അത്രമാത്രം അഭിമാനം കൊണ്ട് നിൽക്കുന്ന നിമിഷമായിരിക്കും. ഇവിടെ ഡൽഹിയിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പിന്നെ ഗാലറിയിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. സീറ്റിന് വേണ്ടി പലരും വഴക്കായിരുന്നു. ഞങ്ങൾ പിന്നെ നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് വരിയിൽ തന്നെ സീറ്റ് കിട്ടി. അതുകൊണ്ട് എല്ലാ കാഴ്ചകളും നല്ല വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. സത്യത്തിൽ ഈ പരേഡ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ അത്രമാത്രം അക്യുറേറ്റ് ആയിട്ടായിരുന്നു അവരത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ സമയം പോയത് പറഞ്ഞില്ല, വിശപ്പ് പറഞ്ഞില്ല. പക്ഷെ പരിപാടി കഴിയാറാകുമ്പോഴേക്കും വയറിനൊക്കെ ഗുളുകുളുന്ന സൗണ്ടൊക്കെ വന്നു കേട്ടോ. പക്ഷെ കഴിക്കാനുള്ള സാധനങ്ങളൊന്നും അവർ അതിനുള്ളിൽ അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സത്യത്തിൽ മുഴുവൻ പ്രോഗ്രാംസ് ഒന്നും എനിക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അത്രമാത്രം വെറൈറ്റീസ് ആയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഡൽഹിയിൽ വന്നിട്ട് ഫസ്റ്റ് വർഷം തന്നെ എനിക്കിത് കാണാൻ സാധിച്ചത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിലോ അതും നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പായിരുന്നു. ചെയറിനൊക്കെ കുഞ്ഞു കുഞ്ഞു ഐസ് കട്ടകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഈ ഐസ് കട്ടകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നമ്മുടെ സൂര്യൻ ചേട്ടൻ ഇടപെട്ടിട്ട് നല്ല ചൂടൊക്കെ വന്നു കേട്ടോ. പിന്നീട് എൻ്റെ വിഷമം നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാൻ പറ്റാത്തതായിരുന്നു കേട്ടോ. കാരണം തുടക്കത്തിൽ ആൾ കാറിൽ വന്നെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും ലാസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രമാത്രം സൂപ്പറായിരുന്നു ഓരോ പ്രോഗ്രാംസും. പിന്നീട് നമ്മുടെ രാജ്യത്തിൻ്റെ 28 സംസ്ഥാനങ്ങളുടെയും സംസ്കാരത്തെയും അതിൻ്റെ പ്രതീകങ്ങളെയും സൂചിപ്പിക്കുന്ന വണ്ടികളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നത് കൊച്ചി വാട്ടർ മെട്രോയാണ് കേട്ടോ. എന്തായാലും കേരളത്തിൻ്റെ കൂടി വന്നപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. 28 സംസ്ഥാനങ്ങളിലും വീഡിയോ എടുത്തതിലും പക്ഷെ അതൊന്നും എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നീട് പരിപാടി അതിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് കടക്കുകയായി. പിന്നീട് നടന്നത് ബൈക്ക് ഷോ ആയിരുന്നു. നല്ല എഫേർട്ടും ട്രെയിനിങ്ങും ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയൊക്കെ തിരിച്ചു പോകുന്ന സമയമായി. അങ്ങനെ എല്ലാവർക്കും ടാറ്റയൊക്കെ തന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വരവായിരുന്നു. അതായിരുന്നു ഞാൻ കാത്തിരുന്നത്, കാരണം എനിക്ക് ഫസ്റ്റ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാറിൻ്റെ സൈഡിൽ നിന്ന് ടാറ്റയൊക്കെ തന്നിട്ടായിരുന്നു പ്രധാനമന്ത്രിയും പോയിട്ടുണ്ടായിരുന്നത്.